ഹലോ എവരി വൺ മക്കളെ, നമ്മുടെ JEE എക്സാമിങ് അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. അപ്പോൾ മാത്സിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കാം. ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ എങ്ങനെയായിരിക്കും, പാറ്റേൺ എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് നമ്മളെ അലട്ടുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ മാത്സിലെ കുറച്ച് ചാപ്റ്റേഴ്സ് നല്ല ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്റേഴ്സിനൊക്കെ തന്നെ എന്തുണ്ട്, ഡുവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക, പാറ്റേൺ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഇനി കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില ചാപ്റ്റേഴ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, JEEക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം അത്തരം ചാപ്റ്റേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏത് സെക്ഷനിൽ നിന്നാണ് ഡയറക്റ്റ് ആയിട്ട് JEEക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കറിയാം 3Dയിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചോദ്യങ്ങളൊന്ന് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ NCERTയിലെ ആ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്പേസിൽ 2 ലൈൻസ് ഉണ്ട്. 2 ലൈൻസ് എന്താണ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുമില്ല, അതുപോലെ അത് പാരലും അല്ല എന്നുള്ളതാണ് എന്ത് സ്ക്യൂ ലൈൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുല ഒക്കെ നമുക്കറിയാം അല്ലേ. നമുക്കത് വെക്ടർ ഇക്വേഷൻ ആയിട്ട് തന്നാലും നമുക്കത് ചെയ്യാനറിയാം, അതുപോലെ തന്നെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയിട്ട് തന്നാലും നമുക്കത് ചെയ്യാനറിയാം. അതിൻ്റെ ഫോമുല ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്. മക്കളെ, NCERTയിലെ എക്സസൈസ് 11.2 അതിനെന്താ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ 4 ക്വസ്റ്റ്യൻസ് എന്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇത് എല്ലാം വെക്ടർ ഇക്വേഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഇതെന്താണ്, നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ദെൻ ഇത് നമുക്ക് ഡയറക്റ്റ് ഫോമുല ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ JEEക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മക്കളെ. അപ്പോൾ നമുക്കറിയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുല അറിയാമല്ലോ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ, 2 ലൈൻസ് ആണുള്ളത്. ഇതെന്താണ്, ഇത് വെക്ടർ ഇക്വേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോമുല നോക്കിയാൽ മക്കളെ, മോഡുലസിനകത്ത് വെക്ടർ A2 മൈനസ് വെക്ടർ A1 ഡോട്ട് വെക്ടർ B1 ക്രോസ് വെക്ടർ B2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ B1 ക്രോസ് വെക്ടർ B2. ഇതാണ് നമ്മുടെ ഫോമുല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് നമുക്ക് വെക്ടർ ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വെക്ടർ A1, ദെൻ ഇത് വെക്ടർ B1, ഇത് വെക്ടർ A2, ഇത് വെക്ടർ B2. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കമ്പോണൻസ് എല്ലാം നിങ്ങൾക്ക് എഴുതാൻ അറിയാം, ഫോമുലക്കകത്ത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനും അറിയാം, ആൻസറും കണ്ടുപിടിക്കാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് കാർട്ടീഷ്യൻ ഫോമുലയാണ് നമുക്ക് ലൈൻസിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോമുലയും യൂസ് ചെയ്ത് ചെയ്യാം. ഈ ഫോമുല യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനെ തന്നാലും നമുക്ക് ഈ ഫോമുല വെച്ച് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് JEEക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ മക്കൾ. ഇത് നോക്കി, കാർട്ടീഷ്യൻ ഇക്വേഷനാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമ്മുടെ എക്സസൈസ് 11.2 ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. നോക്കിക്കേ, ഡയറക്റ്റ് ആയിട്ട് 2 ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫോമിലാണ് നമുക്ക് ലൈൻസ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ ഈ ക്വസ്റ്റിലേക്ക് ഒന്ന് നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. സെയിം ഫോമുല ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു. JEE മെയിൻ 2023 ചോദിച്ച ചോദ്യമാണ്. സോ സിമ്പിൾ അല്ലേ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും മക്കളെ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോടാ. ഇതിനകത്ത് നിന്ന് കമ്പോണൻസ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമുക്കറിയാം ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ വാല്യൂസ്, ഈ സ്കെയിലർ കമ്പോണൻസ് എന്നെല്ലാം പറയുന്നത് എന്തായിരിക്കും, ഇത് വെക്ടർ B1ൻ്റെ കമ്പോണൻസും ഇത് വെക്ടർ B2ൻ്റെ കമ്പോണൻസുമാണ്. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം അവനെ എന്ത് എഴുതുന്നു, നമ്മളെ കമ്പോണൻസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. നമുക്കറിയാം വെക്ടർ B1ൻ്റെ കമ്പോണൻസ് ആണ് A1, B1, C1 എന്ന് എഴുതുന്നു. അത് ഏതൊക്കെ വരും, ഈ 4, 5, 3 ആണ് അല്ലേ. അപ്പോൾ 4, 5, 3. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വെക്ടർ B2ൻ്റെ കമ്പോണൻസോ A2, B2, C2 ആണ്. അതെന്ത് വരും, നമുക്ക് 3, 4, 2 എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് നോക്കണം, വെക്ടർ A1ൻ്റെ കമ്പോണൻറ്റ്, വെക്ടർ A2ൻ്റെ കമ്പോണൻറ്റ് നോക്കാം. ഇവിടെയുള്ളതാണ് എന്ത്, x മൈനസ് x1, y മൈനസ് y1, z മൈനസ് z1 എന്നാണ് നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് x1, y1, z1 എന്ന് പറയുന്നതാണ് എന്ത്, വെക്ടർ A1ൻ്റെ കമ്പോണൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് x1ഉം y1ഉം z1 നോട്ട് ചെയ്യാമല്ലോ മക്കളെ. അങ്ങനെ വന്നാൽ എന്ത് വരും, ഇവിടെ x മൈനസ് x1 എന്നാണ്. അപ്പം x1 എന്താണ്, 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 എഴുതുന്നു. ദെൻ y മൈനസ് y1 എന്നാണ്. ഇവിടെ നോക്കി, y പ്ലസ് 2 എന്ന് വരുമ്പോൾ y മൈനസ് 2 എന്നാണ്. അപ്പോൾ നമ്മുടെ കമ്പോണൻറ്റ് എന്ത് വരും, ഇവിടെ നമുക്ക് -2 ആണ് വരുന്നത്. ദെൻ ഇവിടെയോ -3 ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മൾ വെക്ടർ A2ൻ്റെ കമ്പോണൻസ് എഴുതാൻ പോവാണ്. x2, y2, z2. അപ്പോൾ എന്ത് വരും,
1 3 4 അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കി എഴുതാനുള്ളതേ ഉള്ളൂ. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിയേ. വെക്ടർ a2 മൈനസ് വെക്ടർ a1 ദെൻ b1 ക്രോസ് b2 ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2. അപ്പം ഇത്രയും കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഫോർമുല യൂസ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? a2 മൈനസ് a1 വെക്ടർ a2 മൈനസ് വെക്ടർ a1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മക്കളെ ഇതാണ് കമ്പോണൻസ്. നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യാണ്? വെക്ടർ a2 മൈനസ് വെക്ടർ a1 ചെയ്യുക. എന്ത് ചെയ്താൽ മതി? ij ഒന്നും ഇവിടെ എഴുതേണ്ട കാര്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്യുക. 1 മൈനസ് 4 എന്ന് പറയുമ്പോഴത്തേക്കിനും -3 ആണ്. ദെൻ കമ്പോണൻസ് മാത്രം എഴുതുക. ദെൻ 3 മൈനസ് -2 എന്ന് പറയുമ്പോഴത്തേക്കിനും 5 ആണ്. ദെൻ 4 മൈനസ് -3 എന്ന് പറയുമ്പോഴത്തേക്കിനും 7 ആണ്. ദെൻ നമുക്ക് എന്ത് വേണം? b1 ക്രോസ് b2 വേണം. ക്ലിയർ അല്ലേ മക്കളെ? b1 ക്രോസ് b2 വേണം. വെക്ടർ b1 ക്രോസ് b2 എന്ന് പറയുമ്പോൾ എന്ത് വരും? അത് നമുക്കറിയാം. ഡിറ്റർമിനൻറ്റ് i j k. ദെൻ രണ്ട് കമ്പോണൻസ് നോക്കി. 4 5 3 3 4 2 അല്ലേ? 4 5 3 ദെൻ 3 4 2. എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെക്ടർ b1 ക്രോസ് വെക്ടർ b2 കിട്ടും. നമുക്കതൊന്ന് ചെയ്താലോ? എന്ത് വരും നോക്കാം. മക്കളെ ഡയറക്റ്റ്ലി എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ b1 ക്രോസ് വെക്ടർ b2 ഓക്കെ equal to I into 10 minus 12 minus j into 8 minus 9 plus k into 16 minus 15 വരും. ഓക്കെ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2i then പ്ലസ് j പ്ലസ് കെ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ വെക്ടർ b1 ക്രോസ് വെക്ടർ b2 വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? എന്തായാലും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. വെക്ടർ b1 ക്രോസ് വെക്ടർ b2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? √2² 4 ആണ്, 1² 1 ആണ്, 1² 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? √6 എന്ന് കിട്ടും. ക്ലിയർ? ദെൻ ഇനി എന്ത് നമുക്ക് കണ്ടുപിടിക്കണം? a2 മൈനസ് a1 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ന്യൂമറേറ്ററിൽ ഫോർമുലക്കകത്ത് വെക്ടർ a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 ആണ്. ഇവിടെ നമുക്ക് രണ്ടും ഉണ്ടല്ലോ മക്കളെ. ഇതിൻ്റെ കമ്പോണൻസും ഉണ്ട്, ദെൻ ഇതിൻ്റെ കമ്പോണൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാമല്ലോ. എന്ത് വരും? വെക്ടർ a2 മൈനസ് വെക്ടർ a1 ഡോട്ട് വെക്ടർ b1 ക്രോസ് വെക്ടർ b2. എന്തെഴുതാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ. അപ്പം -3 ഇൻറ്റു -2 എന്ന് പറയുമ്പോഴത്തേക്കിന് 6 ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്ത് വരും? 5 ഇൻറ്റു 1 അത് 5 തന്നെയാണ്. ദെൻ അടുത്ത എന്ത് വരും? 7 ഇൻറ്റു 1 അത് 7 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 18 കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് SD എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് വരും? 18 ഡിവൈഡഡ് ബൈ √6 എന്ന് കിട്ടും. ഇതിനെ നമ്മളൊന്ന് ഷോർട്ട് ചെയ്താൽ എന്ത് വരും? 18 നമുക്ക് 6 ഇൻറ്റു 3 എന്ന് എഴുതാൻ പറ്റും. ഡിവൈഡഡ് ബൈ √6. ദെൻ ആൻസർ എന്ത് വരും? 3√6 യൂണിറ്റ് എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് JEE മെയിൻ 2023 ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? ഈസി ആയിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ലേ? ഇനി നമുക്ക് അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. JEE 2023 തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. നോക്കിക്കേ മക്കളെ, 2 ലൈൻസ് കാർട്ടീഷ്യൻ ഫോമിലാണ് തന്നിരിക്കുന്നത്. എന്ത് കണ്ടുപിടിക്കുക? ഇത് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നമ്മൾ മുമ്പേ ചെയ്തു. അതുപോലെ തന്നെ ഇത് താഴെ തന്നിരിക്കുന്ന എല്ലാം എന്താണ്? വെക്ടർ b1ൻ്റെ കമ്പോണൻസ്. ഇതെല്ലാം എന്താണ്? വെക്ടർ b2ൻ്റെ കമ്പോണൻസ്. ഇനി നമ്മൾ നോക്കണം കാർട്ടീഷ്യൻ ഫോം അല്ലേ നമ്മൾ നോക്കിക്കേ. x മൈനസ് x1 y മൈനസ് y1 z മൈനസ് z1. ഓക്കെ, അതേ ഫോമിലാണ് ഇവിടെ കിടക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഈക്വേഷൻ നോക്കിക്കേ. നമ്മൾ ഇങ്ങനെ ഈസി ആയിട്ട് തരുമ്പോൾ ചെറിയൊരു ട്വിസ്റ്റ് എവിടെയെങ്കിലും കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് നോട്ട് ചെയ്യണം. ഈ രണ്ടാമത്തെ ഈക്വേഷൻ നോക്കിക്കേ. രണ്ടാമത്തെ ഈക്വേഷനിൽ x മൈനസ് x1 അത് ശരിയാണ്. ദെൻ ഇവിടെ നോക്കിയേ 1 മൈനസ് y എന്നാണ് തന്നിരിക്കുന്നത്. തിരിച്ചാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഫോം എങ്ങനെയാണ്? y മൈനസ് y1 എന്നുള്ള ഫോമിലേക്ക് വരണം. ഇത് കറക്റ്റ് ആണ്. z മൈനസ് z1 അതായത് z മൈനസ് -8. ക്ലിയർ ആണല്ലോ? അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തണം. ചാടിക്കേറി എഴുതി വെക്കരുത്. ചെറിയ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവനെ തിരിക്കണം. y മൈനസ് 1 എന്നാക്കണം. അപ്പോൾ എന്ത് വരും? താഴെ ഇവിടെ ഒരു -2 വരും. അത് തെറ്റിപ്പോവരുത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ കമ്പോണൻസ് എഴുതാൻ പോവാണ്. ആദ്യം വെക്ടർ b1ൻ്റെ കമ്പോണൻസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എന്തൊക്കെ വരും? a1 b1 c1 എന്ന് നമ്മൾ എഴുതാൻ പോകുന്നു. അപ്പോൾ എന്ത് വരും? കമ്പോണൻസ് എഴുതി കഴിഞ്ഞാൽ 3 2 2 തന്നെയാണ് വരുന്നത്. ദെൻ അടുത്തത് വെക്ടർ b2ൻ്റെ കമ്പോണൻറ്റ് a2 b2 c2. അത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എന്ത് വരും? 3 - 2 0 എന്നായിരിക്കും കേട്ടോ. ഓക്കെ, 3 - 2 0.
കാരണം എന്തുകൊണ്ടാണ് ഇവിടെ 1 മൈനസ് വൈ എന്നാണ് നമ്മുടെ ഫോം വരേണ്ടത്. എന്താണ് y മൈനസ് y1 എന്നുള്ള ഫോമിൽ വേണം വരാനായിട്ട്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ടാണ് നമുക്കിവിടെ -2 വന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് കമ്പോണൻസ് വെക്ടർ a1ന്റെ കമ്പോണൻസ് എഴുതാം. അതെന്ത് വരും? വെക്ടർ a1ന്റെ കമ്പോണൻസ് x1 y1 z1. ഓക്കെ, അതിൻ്റെ കമ്പോണൻസ് എന്ത് വരും? ദാ മേലത്ത് നോക്കി, ഇവിടെ 2 വരും, ഇവിടെ -1 വരും, ഇവിടെ 6 വരും. ഓക്കെ, 2 -1 6. ദെൻ വെക്ടർ a2ന്റെ കമ്പോണൻസ് നോക്കി, x2 y2 z2. അപ്പോൾ എന്ത് എഴുതാം? കമ്പോണൻസ് എഴുതിക്കേ 6. ദെൻ ഇവിടെ എന്ത് വരും? y -1 എന്നാണ്, അപ്പോൾ അത് 1 തന്നെ വരും. ദെൻ എന്താണ്? z -8 വരുമ്പോഴത്തേക്കിന് -8 വരും. അപ്പം 6 1 -8 എന്നാണ് നമ്മുടെ കമ്പോണൻസ് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്കൊന്നുമില്ല, നമുക്ക് കമ്പോണൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് ഫോമിലേക്കകത്തോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? വെക്ടർ a2 മൈനസ് വെക്ടർ a1 വേണം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കമ്പോണൻസ് കിട്ടും. അപ്പോൾ ഇതാ 6 - 2 എന്ന് വരുമ്പോഴത്തേക്ക് എന്ത് വരും? 6 - 2 എന്ന് വരുമ്പോഴത്തേന് 4 ആണ്. ദെൻ 1 -1 വരും, അപ്പോൾ എന്ത് വരും? 2 ആണ്. ദെൻ -8 -6 എന്ന് വരുമ്പോഴത്തേക്കിനോ -14. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പോണൻറ്റ് വരുന്നത്. 4 2 -14. ദെൻ നമുക്ക് എന്ത് വേണം? b1 ക്രോസ് b2 വേണം അല്ലേ? വെക്ടർ b1 ക്രോസ് വെക്ടർ b2 എഴുതണം. അത് നമുക്ക് ചെയ്യാൻ അറിയാം. i j k. ദെൻ വെക്ടർ b1ൻ്റെ b2ൻ്റെ കമ്പോണൻസ് എഴുതിക്കേ. 3 2 2. ദെൻ 3 -2 0. നമ്മൾ എന്ത് ചെയ്യണം? ഇവൻ്റെ ഡിറ്റർമിൻ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കേ എങ്ങനെ വരും. ഇതാ i × 2 × 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ദെൻ -4 വരും, അപ്പോൾ 4 ആണ് വരുന്നത്. ദെൻ -j നോക്കിയേ, 3 × 0 0 ആണ്. ദെൻ -6 വരും, പ്ലസ് k × എന്ത് വരും? 2 × 3 -2 × 3 എന്ന് -6 വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? കമ്പോണൻറ്റ് 4i + 6j ദെൻ -12k. അപ്പോൾ ഇതാണ് നമുക്ക് b1 ക്രോസ് b2 കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇവിടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2 ആണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ എന്ത് വരും? 4ൻ്റെ സ്ക്വയർ 16 ആണ്, 6ൻ്റെ സ്ക്വയർ 36 ആണ്, ദെൻ 12ൻ്റെ സ്ക്വയർ 144 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം റൂട്ട് ഓഫ് 16 + 36 + 144 എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് 196 എന്ന് വരും. നമുക്കറിയാം റൂട്ട് 196 എന്ന് പറഞ്ഞാൽ 14 ആണ്. 14ൻ്റെ സ്ക്വയർ ആണ് 196 എന്ന് വരുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് നമുക്കിനി എന്താ വേണ്ടത്? വെക്ടർ a2 മൈനസ് വെക്ടർ a1 ഡോട്ട് വെക്ടർ b1 ക്രോസ് വെക്ടർ b2. ക്ലിയർ അല്ലേ? നമുക്ക് ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. ദെൻ 4 × 4 എന്ന് പറയുമ്പോഴത്തേന് 16 ആണ്. ദെൻ 2 × 6 എന്ന് പറയുമ്പോഴത്തേന് 12 ആണ്. ദെൻ -14 × -12. അത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മേലത്തെ കമ്പോണൻറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും മക്കളെ? നമുക്ക് 16 ആണ്, ദെൻ 12 ആണ്, 16 + 12 + 168 ആണ്. അപ്പോൾ ഇത് എത്ര നമുക്ക് കിട്ടി? 196 എന്ന് തന്നെ കിട്ടി. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് എഴുതാമല്ലോ മക്കളെ. നമ്മുടെ ഫോമിൽ ഞാൻ ഒന്നുകൂടെ എഴുതുന്നില്ല, നമുക്കറിയാമെന്ന് വിചാരിക്കുന്നു. മാഗ്നിറ്റ്യൂഡ് മോഡുലസിനകത്ത് എന്ത് എഴുതണം? വെക്ടർ a2 മൈനസ് വെക്ടർ a1 ഡോട്ട് വെക്ടർ b1 ക്രോസ് വെക്ടർ b2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ b1 ക്രോസ് വെക്ടർ b2. അപ്പോൾ നമുക്ക് മേലത്തെ കമ്പോണൻറ്റ് കിട്ടി 196 ഡിവൈഡ് ബൈ താഴത്തെ മാഗ്നിറ്റ്യൂഡ് എന്താ കിട്ടിയിരിക്കുന്നത്? 14. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വന്നു? 14 യൂണിറ്റ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? സിമ്പിളായിട്ട് 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ദ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്, രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ലൈനിൻ്റെ ഇക്വേഷൻസ് നമുക്ക് വെക്ടർ ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ JEE മെയിൻ 2021 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഈസ് 9 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആൻസർ തന്നിട്ടുണ്ട്. ദെൻ ആൽഫ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എവിടെയോ ഒരു ആൽഫ ഉണ്ട്. എന്താ നോക്കിക്കേ, നമ്മുടെ ഈ വെക്ടർ a1-നകത്ത് ഒരു അൺനോൺ ആയിട്ട് എന്തുണ്ട്? ആൽഫയുണ്ട്. ഈ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് സെയിം അറിയാവുന്ന ഫോർമുല തന്നെ നമ്മൾ യൂസ് ചെയ്യുക. അതിനകത്ത് നിന്ന് അൺനോൺ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് മാറ്റം വല്ലതും ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുക, ആൻസറിലേക്ക് എത്തും നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വെക്ടർ a1-ഉം b1-ഉം അതുപോലെ വെക്ടർ a2-ഉം b2 ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുവാണ്. വെക്ടർ a1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ i + 2j + 2k ആണ്. ദെൻ വെക്ടർ a2 എന്ന് എഴുതിക്കേ. വെക്ടർ a2 എന്ന് പറഞ്ഞാൽ -4i - k. ദെൻ നോക്കിക്കേ, ഇവിടെ j കമ്പോണന്റ് ഇല്ല. ഇനി അടുത്തത് വെക്ടർ b1 നോക്കിക്കേടാ. വെക്ടർ b1 എന്ന് പറയുമ്പോഴത്തേനും -i - 2j
പ്ലസ് 2k ആണ്. ദെൻ വെക്റ്റർ B2 എന്ന് പറഞ്ഞാലോ, വെക്റ്റർ B2 എന്ന് പറഞ്ഞാൽ 3i മൈനസ് 2j മൈനസ് 2k എന്നാണ്. ക്ലിയർ അല്ലേ മക്കളെ? ദെൻ നമുക്ക് എന്താണ് ഇതിൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 9 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതാ ബാക്കി കണ്ടുപിടിക്കാനുള്ളതെല്ലാം കണ്ടുപിടിക്കാം. അപ്പം വെക്റ്റർ A2 മൈനസ് വെക്റ്റർ A1 ഞാൻ ചെയ്യാൻ പോവാണ്. ഇവിടെ നിങ്ങൾ വെക്റ്റർ A1 മൈനസ് A2 ചെയ്താലും A2 മൈനസ് A1 ചെയ്താലും കുഴപ്പമില്ല. കാരണം നമ്മൾ എന്താണ് മോഡുലസിനകത്താണ് ഇടുന്നത്. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവായി മാറും, അത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വെക്റ്റർ A1 മൈനസ് A2 തന്നെ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നോക്കിയേ, ആൽഫ മൈനസ് -4 എന്ന് പറയുമ്പോഴത്തേന് ആൽഫ പ്ലസ് 4 എന്നാവും കേട്ടോ. ആൽഫ പ്ലസ് 4, ദെൻ ആൽഫ പ്ലസ് 4i. ദെൻ ഇവിടെ ജെയുടെ കമ്പോണൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 2 മൈനസ് 0 വരും. അപ്പോൾ 2j തന്നെ വരും. ദെൻ 2 മൈനസ് -1, അപ്പോൾ എന്ത് വരും? 3k എന്നാകും. ഓക്കെ, അപ്പം ഇതാണ് വെക്റ്റർ A2 മൈനസ് വെക്റ്റർ A1. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? B1 ക്രോസ് B2 ചെയ്യണം. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ എന്ത് വരും? i j k. ദെൻ നോക്കിക്കേ അതിൻ്റെ കമ്പോണൻസ് നോക്കിയേ, 1 -2 2 3 -2 -2. ഇതാണ് നമ്മുടെ കമ്പോണൻസ്. അപ്പോൾ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പം i ഇൻറ്റു 4 + 4 ദെൻ എന്ത് വരും? -j ഇൻറ്റു -2 -6 പ്ലസ് k ഇൻറ്റു -2 + 6. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 8i + 8j + 4k എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 കണ്ടുപിടിച്ച മക്കളെ എന്ത് വരും? അപ്പം റൂട്ട് ഓഫ് 64 8² + 8² 64 ആണ്. ദെൻ അടുത്ത് എന്താണ്? 4ൻ്റെ സ്ക്വയർ എന്ത് വരും? 16 ആണ്. അപ്പോൾ ദാ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 144 എന്ന് കിട്ടും. നമുക്കറിയാം റൂട്ട് 144 എന്ന് പറഞ്ഞാൽ 12 ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്തുകൂടെ കണ്ടുപിടിച്ചാൽ മതി? ദാ വെക്റ്റർ A2 മൈനസ് വെക്റ്റർ A1 ഡോട്ട് വെക്റ്റർ B1 ക്രോസ് വെക്റ്റർ B2 അത് കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, നമുക്കപ്പം അതാണ് ഇനിയും കണ്ടുപിടിക്കാനുള്ളത്. വെക്റ്റർ A2 മൈനസ് വെക്റ്റർ A1 ഡോട്ട് വെക്റ്റർ B1 ക്രോസ് വെക്റ്റർ B2 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ മക്കളെ എന്ത് വരും? വെക്റ്റർ A2 മൈനസ് A1ൻ്റെ കമ്പോണൻറ്റ് ആൽഫ പ്ലസ് 4 ഇൻറ്റു 8 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? 8 ഇൻറ്റു ആൽഫ പ്ലസ് 4. ദെൻ എന്ത് വരും ഇവിടെ അടുത്തത്? നോക്കിക്കേ, 2 ഇൻറ്റു 8 അപ്പോൾ 16 + 16. ദെൻ എന്ത് വരും? നെക്സ്റ്റ് വരുന്നത് 3 ഇൻറ്റു 4 അതെന്താണ്? 12 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അത്ര നമുക്ക് കിട്ടി. ഇനി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാ 8 ആൽഫ പ്ലസ് 4 പ്ലസ് 16 പ്ലസ് 12 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ B1 ക്രോസ് വെക്റ്റർ B2 നമുക്ക് ഇപ്പോൾ കിട്ടിയത് എത്രയാണ്? 12. ഇനി ഈ ഡിസ്റ്റൻസ് എത്ര എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ദാണ്ട് 9 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ക്ലിയർ ആണല്ലോ? ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും? നമ്മുടെ ആൽഫയുടെ വാല്യൂ കിട്ടും. നമുക്ക് സോൾവ് ചെയ്യാം. നോക്കിക്കേ, അപ്പോൾ എന്ത് വരും? ദാ ഇത് 8 ആൽഫ പ്ലസ് 32 പ്ലസ് 16 പ്ലസ് 12 ഡിവൈഡ് ബൈ ഈ 12നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 12 ഇൻറ്റു 9 എന്ന് പറയുമ്പോഴത്തേക്കിന് 108 വരും. അപ്പോൾ ഈ വാല്യൂസ് ആഡ് ചെയ്താൽ എത്ര വരും? 8 ആൽഫ പ്ലസ് 60 ഈക്വൽ ടു 108 എന്ന് വരും. ദെൻ 8 ആൽഫ ഈക്വൽ ടു 48 എന്ന് വരും. ആൽഫ ഈക്വൽ ടു 48/8 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ചെറിയൊരു എന്താണ് റീഫ്രെയിം ചെയ്ത് ക്വസ്റ്റ്യൻ തരും, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സെക്ഷനിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഈ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുമുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ട് ജെ ക്രാക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.